ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, അപകടങ്ങളും പ്രതിസന്ധികളും മനുഷ്യ സാധാരണമാണ്. ഇവിടെ നമ്മെ രക്ഷിക്കാൻ കഴിവുള്ളത് ആരാണോ? മനുഷ്യരാണോ? ഒരിക്കലുമല്ല. ദൈവത്തിന്റെ കരത്തിന് മാത്രമേ നമുക്ക് രക്ഷ നൽകാൻ കഴിയൂ. ഈ സത്യം നാം തിരിച്ചറിയണം. എത്ര കൂട്ടുകാരുണ്ടെങ്കിലും, എത്ര സമ്പത്തുണ്ടെങ്കിലും, നാം രക്ഷിക്കപ്പെടണമെങ്കിൽ ദൈവം കനിയണം. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ പല പ്രതിസന്ധികളിൽ നിന്നും രക്ഷിക്കപ്പെടും. യെശയ്യാപ്രവചനം 50:2 ചോദിക്കുന്നില്ലേ? രക്ഷിക്കാനാവാത്ത വിധം എന്റെ കരം കുറുകിപ്പോയോ? അഥവാ മോചിപ്പിക്കാൻ എനിക്ക് ശക്തിയില്ലേ? അതുതന്നെയാണ് 59-ാം അധ്യായത്തില് 1-ാം തിരുവചനം. രക്ഷിക്കാനാവാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ഒരു കാര്യം, അകൃത്യം പാടില്ല. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റുന്നത് അകൃത്യമാണ്. അതുകൊണ്ട് പാപബന്ധനത്തിൽ കഴിയുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നോയമ്പ് കാലം പാപത്തിൽ നമ്മെ വിടുതലാക്കുന്ന കാലഘട്ടമായിരിക്കട്ടെ. നമുക്ക് രക്ഷ തേടാം. എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ച സ്നേഹപിതാവ് എന്റെ അധപ്പതനം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കർത്താവിന്റെ കരം പിടിച്ചു മുന്നേറാം. എന്നെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവത്തിൽ നമ്മെ സമർപ്പിക്കാം. നമ്മുടെ മക്കളെ സമർപ്പിക്കാം. നമ്മുടെ മാതാപിതാക്കളെ സമർപ്പിക്കാം. ബന്ധുക്കളെ സമർപ്പിക്കാം. ലോകം മുഴുവൻ രക്ഷിക്കാൻ കഴിവുള്ള ആ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ആമേൻ.